തിരിച്ചടിയാണ് ബിജെപിക്ക് പാലക്കാട്ട്. തങ്ങളുടെ എ ക്ലാസ് മണ്ഡലം എന്ന് കണ്ടിരുന്ന സ്ഥലത്ത് അവിടുത്തെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം, പാർട്ടിയുടെ വക്താവായി പല ചാനൽ ചർച്ചകളിലും പാർട്ടിക്ക് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. അതായത് പാലക്കാട്ടെ ബിജെപിയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാരിയർ, ബിജെപിയുടെ ഒരു വാരിയർ കോൺഗ്രസിന്റെ ഭാഗമാകാൻ പോകുന്നത്. സഹിത് അത് തന്നെയാണ് രാഷ്ട്രീയമായി വലിയ നേട്ടം കോൺഗ്രസിനെ സംഭവിപ്പിക്കാൻ പോകുന്നത്. സന്ദീപ് എഫക്ട് കോൺഗ്രസിനെ എങ്ങനെ സഹായിക്കും, ബിജെപിയെ എങ്ങനെ ബാധിക്കും, അതും ഒരു വിലയിരുത്തലാവുകയാണ്. സന്ദീപിന്റെ ഉരകല്ലാവുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്. സജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് രഞ്ജിത്ത്. ഇതിന് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പ്രസക്തമാവുമെന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടത്. അത് CPM-ലേക്കും BJP-യിലേക്കും കൂട്ടത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് കണ്ടു. പക്ഷേ ഇത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് ക്യാമ്പിലേക്കുള്ള കടന്നുവരവ്, അത് കോൺഗ്രസിന് നൽകുന്ന രാഷ്ട്രീയ ഊർജം അത് ചെറുതല്ല. കാരണം അതിന്റെ പശ്ചാത്തലമാണ് പ്രധാനപ്പെട്ടത്. കാരണം സന്ദീപ് വാര്യർ BJP-യുടെ അത്ര വലിയ മുഖമാണോ എന്ന് ചോദിച്ചാൽ മുഖം തന്നെയാണ്. കാരണം അദ്ദേഹം നേതൃനിരയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനപ്പുറം BJP അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഇടം, ഇതൊക്കെ സന്ദീപ് വാര്യർക്ക് BJP സംഘപരിവാർ കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട്. അങ്ങനെ നിലപാടെടുത്തിരുന്ന ആളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു, കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് കോൺഗ്രസിന് നൽകുന്ന ഊർജം ചെറുതല്ല. അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ക്ലൈമാക്സിലെത്തി നിൽക്കുമ്പോൾ അതിന് കഴിയുന്നു എന്നത് അതിൻ്റെ രാഷ്ട്രീയപരമായ സാഹചര്യം ഒന്നുകൂടി അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് BJP-യിലും ഒപ്പം CPM-ലും ഒക്കെയാണ് ഇത്ര ചടുലമായ നീക്കങ്ങൾ നമ്മൾ കണ്ടത്. പക്ഷേ അത് കോൺഗ്രസിന് പാലക്കാട് നടത്താൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇനി സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ നീക്കം ദൃശ്യങ്ങളിൽ കാണാം. സൈത്ത് ദൃശ്യങ്ങളിൽ അത് കൃത്യമാണ്. KPCC അധ്യക്ഷനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി M. ലിജു ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. VD സതീശനും ഉണ്ട്, VK ശ്രീകണ്ഠനുണ്ട്. കോൺഗ്രസിന്റെ പാലക്കാട്ടെ പ്രചരണത്തിന് ചുക്കാൻ വഹിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ അസാധാരണമായ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസിന് വലിയൊരു ക്യാച്ചാണ്, യാതൊരു സംശയമില്ല. സന്ദീപ് വാര്യരെ പോലെ ഒരു കോൺഗ്രസിന്റെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാളിയെ കോൺഗ്രസ് ക്യാമ്പിലെത്തിച്ച് വലിയ വിജയം കോൺഗ്രസ് സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. കാരണം സൈത്ത് പറഞ്ഞതുപോലെ BJP-യിലേക്ക് കോൺഗ്രസുകാർ പോകുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നുവല്ലോ ആ പാർട്ടി സഹിച്ചിരുന്നത്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരു പക്ഷേ അവർക്ക് പ്രചരണായുധമാക്കാവുന്ന ഒരു ആളെ കിട്ടിയിരിക്കുന്നു. ദീപാദാസ് മുൻഷി അടക്കമുള്ള ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട പ്രതിനിധികളും ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസിന്റെ വലിയൊരു പരിച്ഛേദം തന്നെ ഈ ഹാളിനകത്തുണ്ട് എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം അവർക്ക് അത്ര വലിയ ഒരു സന്ദർഭമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി കോൺഗ്രസിന് ഇത് മാറുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏത് നിമിഷവും സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് കടന്നു വന്നേക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങനെ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിക്കുമെന്ന കാര്യമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കരുതുന്നു. അനവധി ആളുകൾ അവിടെയുണ്ട്, മാധ്യമപ്രവർത്തകരുടെ വലിയ സംഘമുണ്ട്. സന്ദീപിനൊപ്പം BJP വിട്ട് മറ്റാരെങ്കിലും കോൺഗ്രസിലേക്ക് എത്തുമോ എന്ന കാര്യം കൂടി നമ്മൾ കാത്തിരുന്നു കാണേണ്ടി വരും. സന്ദീപ് ഏതായാലും അവർക്ക് വലിയ ഒരു വിജയം തന്നെയാണ് കോൺഗ്രസിന്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ 13,800 വോട്ടുകൾക്ക് മാത്രം BJP പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് അവർ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു സ്ഥലത്താണ് സന്ദീപിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു താരം. സൈത്ത് താരം എന്ന് വെച്ചാൽ BJP-ക്ക് വേണ്ടി നഖശിഖാന്തം കോൺഗ്രസിനെ എതിർത്തിരുന്ന നേതാവ്, എല്ലാ BJP ആശയങ്ങളും മാത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സംസ്ഥാനത്ത് മുന്നിൽ ആള്, വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു നേതാവ്, ഫേസ്ബുക്കിലും മറ്റും ഒരുപാട് റീച്ചുള്ള ഒരു നേതാവ്, BJP-യുടെ കുന്തമുനിയായിരുന്ന ഒരാൾ കോൺഗ്രസിനൊപ്പം ചേരാൻ പോകുന്നു. കൈ കൊടുത്ത് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പൂർണ്ണമായും. അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെയാണ് സാഹചര്യം. കാരണം ഈ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ നീക്കം അത് മറ്റൊരു രാഷ്ട്രീയമാണ് സന്ദീപ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിരുന്നു. കാരണം BJP നടത്തിയ എല്ലാ അനുനയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. RSS നേതൃത്വം, BJP നേതൃത്വമൊക്കെ പലവട്ടം പല ചർച്ചകൾ നടത്തിയതാണ്. പക്ഷേ സന്ദീപ് അനുനയപ്പെട്ടില്ല. അതോടെ BJP ആ ശ്രമങ്ങളും ഒഴിവാക്കി. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സന്ദീപിനെതിരായ സംഘടനാ നടപടി പ്രഖ്യാപിക്കാൻ BJP കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുമപ്പുറം വലിയ ചടുലമായ നീക്കങ്ങൾ സന്ദീപും കോൺഗ്രസ് ക്യാമ്പും നടത്തി എന്നതാണ് ഈ സസ്പെൻസ് ഈ തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദികളിൽ BJP നേതാക്കളോട് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സന്ദീപ് വിഷയത്തിൽ ഇനി ഞങ്ങൾ പ്രതികരിക്കാനില്ല എന്നതാണ് നിലപാട്. കാരണം സന്ദീപിനെ ന്യായീകരിക്കാനുമില്ല, തള്ളിപ്പറയാനുമില്ല. കാരണം
ഇപ്പോൾ തള്ളിപ്പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അതേസമയം ന്യായീകരിക്കുന്നത് ഇനി നടത്താൻ പോകുന്ന സംഘടനാ നടപടിക്ക് പിന്നീട് അത് വിശദീകരിക്കാൻ പാടുപെടുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കരുതലോടെ നീങ്ങുകയായിരുന്നു BJP നേതൃത്വം. അവിടേക്കാണ് സന്ദീപ് വാര്യരുടെ ഈ നീക്കം കൂടി കടന്നു വരുന്നത്. അത് കോൺഗ്രസിന്റെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടം കൂടിയായി മാറുന്നു എന്നതാണ് പശ്ചാത്തലം. നമുക്കറിയാം പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ അവിടെ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. കൃത്യമായ ത്രികോണ പോരാട്ടമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ തിരികെ പിടിക്കാൻ BJP ശ്രമമുണ്ട്, CPM-ന്റെ മറ്റു നീക്കങ്ങളുമുണ്ട്. അങ്ങനെ ആ നീക്കങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചരണം അവസാനിക്കാൻ വെറും 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിന് നടത്തുന്ന ഏറ്റവും വലിയൊരു സസ്പെൻസ് നീക്കമായി ഇത് മാറുന്നു എന്നതാണ്. സന്ദീപ് CPM-ലേക്ക് പോകുമോ, CPI-യിലേക്ക് പോകുമോ? ഈ 2 അഭ്യൂഹങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. CPI-യിലേക്ക് അദ്ദേഹം പോകും എന്ന സൂചനകൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്കാണ്, അല്ലെങ്കിൽ സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നു എന്നത് വളരെ ചടുലമായ ഒരു നീക്കമായി മാറുന്നു, വലിയ സസ്പെൻസായി മാറുന്നു. അതിന്റെ പ്രഖ്യാപനവും നീക്കങ്ങളുമാണ് നമ്മൾ കാണുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സന്ദീപ് മാത്രമാണോ എത്തുന്നത്? നിരവധി വിമത നേതാക്കളുള്ള ഇടമാണ് BJP-ക്ക് പാലക്കാട്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഈ അടുത്ത ദിവസങ്ങളിൽ സന്ദീപിനൊപ്പം മറ്റു ചിലരെയും BJP ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ആ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണോ, താഴെ നിന്ന് മുകളിലേക്ക് ചെല്ലുകയാണ്, അവിടേക്ക് പോവുകയാണ്? സന്ദീപ് ഒരുപക്ഷെ മുകളിലായിരിക്കാം വാർത്താ സമ്മേളനത്തിനായി എത്തുക എന്നുള്ളതാണ്. സന്ദീപിനെ സ്വീകരിക്കാനായി ആരെങ്കിലും ഒക്കെ അവിടെ എത്തിച്ചേർന്നേക്കാം, താഴെ എത്തിച്ചേർന്നേക്കാം. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖങ്ങളെല്ലാം അവിടെയുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന് സന്ദീപ് പാർട്ടിയിൽ നിന്ന് മാറുന്നപ്പോൾ, പാർട്ടി എതിർത്ത് സംസാരിച്ചപ്പോൾ ആദ്യം സന്ദീപിനെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ സന്ദീപ് നല്ല രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞത് CPM നേതാക്കളാണ്, AK ബാലൻ അടക്കമുള്ള ആളുകൾ. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സന്ദീപ് CPM-ന്റെ ഭാഗമാകുമോ എന്ന്. പലപ്പോഴും സന്ദീപിനോട് ആ ചോദ്യം ചോദിച്ചപ്പോഴും ഇല്ല എന്നോ ഉണ്ട് എന്നോ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ തുടർച്ചയായി സന്ദീപ് പാർട്ടിയെ നേതാക്കൾക്കെതിരെ മുന്നോട്ട് വരുന്നു. സന്ദീപ് അവിടുത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നു, K. സുരേന്ദ്രനെ വിമർശിക്കുന്ന പശ്ചാത്തലമുണ്ട്. അത് അപ്പോൾ തന്നെ സന്ദീപിന് ഇനിയും BJP-യിൽ ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതാ ഇപ്പോൾ നേതാക്കൾ വാർത്താ സമ്മേളനത്തിനായി, ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് കാണാം, നേതാക്കൾ വാർത്താ സമ്മേളനത്തിനായി രണ്ടാം നിലയിൽ തയ്യാറാക്കിയ പ്രത്യേക സംവിധാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഘടകകക്ഷി നേതാക്കൾ, CP അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുടെ സാന്നിധ്യവും അവിടെ ഉണ്ട്. MP ആന്റോ ആന്റണിയുടെ സാന്നിധ്യമുണ്ട്. ദീപാദാസ് മുൻഷിയുണ്ട്, ഹൈക്കമാൻഡ് പ്രതിനിധിയായുള്ള ദീപാദാസ് മുൻഷിയുണ്ട് അവിടെ. അങ്ങനെ KPCC ബെന്നി ബെഹനാനുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചാണ് വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്പസമയത്തിനകം, ഏതാനും മിനിറ്റുകൾക്കകം വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് കൃത്യമായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു, 2 ദിവസം മുൻപ് ഈ ചർച്ച, 3 ദിവസമായി ചർച്ച നടക്കുന്നു. ഇന്നലെയാണ് ഹൈക്കമാൻഡ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലെ എടുക്കാനുള്ള അനുമതി നൽകിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയാനായി കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ, MP അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, അതായത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരെല്ലാം അവിടെയുണ്ട്. അവർ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നു. ഇതിനിടയിലാകാം ഒരുപക്ഷെ സന്ദീപ്, ഈ വാർത്താ സമ്മേളനത്തിനിടയിലാകാം ഒരുപക്ഷെ സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് കടന്നു വരിക. അത്ര കൃത്യമായി തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. താഴെ സന്ദീപ് അല്പസമയത്തിനകം ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി BJP-യുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. BJP ഇതിനെ എങ്ങനെ കാണും, നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്താണ് BJP-യുടെ തീരുമാനം എന്നതും ഇനി വ്യക്തമാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നേതാക്കൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. സൈത്ത്, വലിയ രാഷ്ട്രീയ വിജയമാണ് കോൺഗ്രസിന്, യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് എത്ര വോട്ടായാലും, നമുക്കറിയാം നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലത്ത് BJP-യിലെ പ്രമുഖനെ എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല.
തീർച്ചയായിട്ടും രഞ്ജിത്ത്, തർക്കമില്ല കാര്യത്തിൽ. ഇതാ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന് നേതൃത്വം വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. അതിലിടയിലേക്കായിരിക്കും ഒരു പക്ഷേ സന്ദീപിനെ അവർ അവതരിപ്പിക്കുക. അങ്ങനെ ഒരു നാടകീയമായ അവതരണ നീക്കം അതായിരിക്കാം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ നീക്കം ആരും പ്രതീക്ഷിച്ചതല്ല. അത്ര ചടുലമായ നീക്കം കോൺഗ്രസ് ക്യാമ്പ് നടത്തി എന്നത് തന്നെയാണ് എൻ്റെ വസ്തുത. സന്ദീപിനപ്പുറം കോൺഗ്രസ് BJP ക്യാമ്പിൽ നിന്ന് മറ്റാരൊക്കെ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ്. എന്തായാലും നേതാക്കളെല്ലാം കാത്തിരിക്കുകയാണ്. വാർത്താ സമ്മേളനം ഉടൻ ആരംഭിക്കും. AICCയുടെ അനുമതിയോടെ കൂടി തന്നെ സന്ദീപ് വാര്യർ അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് സന്ദീപിനെതിരായ നടപടി പ്രതീക്ഷിച്ചു. സന്ദീപ് മറ്റൊരു രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹം ഇടത് കേന്ദ്രങ്ങളുമായി അടുത്ത് ബന്ധപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായ കാര്യം. പ്രത്യേകിച്ച് പാലക്കാട്ടെ മന്ത്രിസഭാംഗം ഉൾപ്പെടുന്ന ഇടതു നേതാക്കൾ ഇക്കാര്യത്തിൽ സന്ദീപുമായി പലവട്ടം ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം സന്ദീപ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തും. അതാണ് CPM കരുതിയിരുന്ന ഒരു പ്രതീക്ഷ. AK ബാലനെ പോലെയുള്ളവർ സന്ദീപിനെ പുകഴ്ത്തി നടത്തിയ പ്രസ്താവന പോലും നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ മറികടന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുകയാണ്. അവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ കെ സുധാകരൻ